അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനോട് ഏത് രീതിയിൽ സഞ്ചരിക്കുവാനാണോ എല്ലാ ദിവസവും കിഴക്ക് നിന്ന് രാവിലെ ഉദിക്കുവാനും പടിഞ്ഞാറ് നിന്ന് അവസ്ഥയിൽ അസ്തമിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അധിപനായ സിട്ടാവായ തമ്പുരാൻ ഏത് പാതയിലൂടെ ഏത് ദിശയിലൂടെ ഇതിലൂടെ സഞ്ചരിക്കണമെന്ന് ആദ്യമായി എനിക്ക് ബോധനം നൽകിയോ ആ വഴിയിലൂടെയാണ് ഇതേവരെ 21ാം നൂറ്റാണ്ടിലെ സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇതേവരെ പാദമാറി സഞ്ചരിച്ചിട്ടില്ല. അതിതേവരെ പടച്ചിറപ്പ് കാണിച്ചു കൊടുത്ത ദിശയിൽ നിന്ന് മാറിയിട്ടില്ല. അത് അല്ലാഹു പറഞ്ഞു കൊടുത്ത നേർപാതയിൽ നിന്ന് മാറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഇതേ ദിവസം പടിഞ്ഞ കിഴക്കിൽ ഉദിക്കാൻ പറഞ്ഞ സൂര്യനോട് അതിനെ കിഴക്കിൽ ഉദിക്കാൻ പറഞ്ഞവൻ ഏത് ദിവസം പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ പറയുമോ അതേ ദിവസം വരെ സൂര്യനത് പഠിപ്പിച്ചു കൊടുത്ത ഒരേ പാതയിലൂടെ സഞ്ചരിക്കുമെന്ന് ഞാനല്ല. ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. അല്ലാഹു പറയാണ്, നാളെ പ്രഭാതത്തിന്റെ അരുണകിരങ്ങൾ കിഴക്കിന്റെ നവസ്ഥയിൽ വെളിച്ചം കാണണമെങ്കിൽ നാളെ രാവിലെ കിഴക്കിൽ നിന്ന് സൂര്യൻ ഉദിക്കും, പടിഞ്ഞാറ് പോയി അസ്തമിക്കും. ആ സൂര്യനോട് അല്ലാഹു എതിരെയാണ് സഞ്ചരിക്കാൻ പറഞ്ഞത്. ആ പറഞ്ഞ വഴിയിൽ നിന്ന് ഇതേവരെ സൂര്യൻ മാറി സഞ്ചരിച്ചിട്ടില്ല. പകലിനോട് വരാൻ അല്ലാഹു ഏത് സമയത്ത് പറഞ്ഞു ആ സമയത്തെ പകല് വരൂ. രാത്രി വരേണ്ട സമയത്ത് പകല് വരില്ല, പകല് വരേണ്ട സമയത്ത് രാത്രി വരില്ല. ഞാൻ ഈ പറഞ്ഞത് സൂര്യനോട് ചന്ദ്രനോട് ഏത് സമയത്ത് പ്രത്യക്ഷപ്പെടാനാണോ അല്ലാഹു ചന്ദ്രഗോളത്തിനോട് പറഞ്ഞു കൊടുത്തത്. ചന്ദ്രഗോളമേ, ശശാങ്കനെ, നിന്റെ സിട്ടാവ് ഞാനാണ്, നിന്നെ പടച്ചത് ഞാനാണ്, നിനക്ക് വെളിച്ചം തന്നത് ഞാനല്ലോ. ഈ ചന്ദ്രഗോളത്തിന് വെളിച്ചം കൊടുത്തത് കോപ്പർനിക്കസല്ല, ടോളമിയല്ല, ഗലീലിയോ അല്ല, പിന്നെ ആരെന്നറിയോ? الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. അല്ലാഹു പറയാ, സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും കൊടുത്തത് ഞാനാ. അതുകൊണ്ട് സൂര്യചന്ദ്രാദിഗോളങ്ങളെ നിനക്ക് വെളിച്ചം തന്നാ, നിനക്ക് ആയുസ് നിശ്ചയിച്ച ഞാനേത് വഴിയിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞുവോ അതേ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കാവൂ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു കൊടുക്കുമ്പോ ആ വഴിയിൽ നിന്ന് സൂര്യനും ചന്ദ്രനും ഇതേവരെ മാറി സഞ്ചരിച്ചിട്ടില്ല. ഇന്ന് മാത്രമല്ല, രാവിലെ തലക്ക് മുകളിലൂടെ കിഴക്കിന്റെ കൂടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പ്രഭാതത്തിന്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ട് മരക്കില്ലകളിൽ ചിരിച്ചിരിച്ചിട്ട് ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ പക്ഷികളോട് അല്ലാഹു എന്ത് ചെയ്യണമെന്നാണോ പറഞ്ഞത് അതേ ജോലിയെ പക്ഷികൾ ചെയ്തിട്ടുള്ളൂ. അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ ويقبلنا ما يمسكهن إلا الرحمن. ആകാശത്തിന് നിങ്ങളുടെ തലക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ നിങ്ങൾ കാണുന്നില്ലയോ? എല്ലാ പക്ഷികളും ആകാശത്തിലൂടെ ചിറകടിച്ചിട്ട് പറന്നു പോകുമ്പോ ആ പക്ഷികൾക്കറിയാ ചിറകുകൾ കൊണ്ട് മെല്ലെ വാനത്തിന്റെ നീലിമയിലൂടെ മെല്ലെ പറന്നു പോകുമ്പോ താഴെ കിടക്കുന്ന ആടിക്കടലിന്റെ തിരമാലകളിലേക്ക് നിങ്ങളുടെ ശരീരം വീണ് പതിക്കാതിരിക്കുന്നത് അല്ലാഹു അവന്റെ കുതിരത്ത് കൊണ്ട് നിങ്ങൾ ആകാശത്തിന് താങ്ങി നിർത്തിയിരിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് പടച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങാരണത്താലാണ് തന്റെ മക്കൾക്ക് ഇര തേടിയിട്ട് ആകാശത്തുകൂടി പറക്കാൻ കഴിയുന്നതെന്ന് പക്ഷികൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ പക്ഷികൾ എപ്പോഴും ചെയ്യുന്ന ജോലി അല്ലാഹു പറയാ, ഓരോ സമയത്തും ആ
ആകാശത്തുകൂടി ആ കരൈഭാഗത്ത് തലതല്ലി തിരിച്ചു പോകുന്ന കടലിന്റെ മുകളിലൂടെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം തേടി പാഞ്ഞു പോകുമ്പോ പക്ഷികളുടെ ചുണ്ടിൽ ഒരേ ഒരു ജോലിയേയുള്ളൂ, അതെപ്പോഴും അതിന്റെ അതതിന്റെ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതും മനുഷ്യന്റെ കഥയല്ല, ആ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടുപോടുമ്പോ നിസ്കാരമില്ലാത്തത് മനുഷ്യരാ. പക്ഷേ മക്കൾക്ക് ആഹാരം തേടി പോകുമ്പോ അതെന്റെ റബ്ബാണ് എനിക്ക് തന്നതെന്നോർത്ത്, എന്റെ റബ്ബാണ് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം തരുന്നതെന്ന ചിന്തയോട് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി പക്ഷി പറന്നു പോകുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എവിടെയാണിരിക്കുന്നതെന്ന് അറിയാവുന്നത് എന്റെ അല്ലാഹു മാത്രമാ. അവനെ തന്റെ കണ്ണിൽ കാണിച്ചു തന്നാലല്ലാതെ എന്റെ മക്കളുടെ വയറിന് നിറയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ സമയത്ത് നമസ്കാരം നിർവഹിച്ച് തസ്ബീഹ് ചൊല്ലിയിട്ടാണ് പക്ഷി പറന്നു പോകുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകണ്ട് സഹോദരങ്ങളെ, സൂര്യനും അല്ലാഹു പറഞ്ഞതനുസരിക്കുന്നുണ്ട്, ചന്ദ്രനും അനുസരിക്കുന്നുണ്ട്, തരുക്കളും താരകങ്ങളും ഈ കടലും ഈ കരയും ഈ തിരയും ഈ മരവും എല്ലാം ഒരേപോലെ അല്ലാഹു പറഞ്ഞതനുസരിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷെ അനുസരിക്കാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മറ്റാരുമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വകാനൽ ഇൻസാനു ലിറബ്ബിഹി കഫൂറാ. അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ മാത്രം അവന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാ. പഞ്ചേന്ദ്രിയ പരിജ്ഞാനമുള്ള, വിവേകത്തെ വിചാരം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത, ആനയെപ്പോലും എന്റെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കാൻ ഞാൻ സ്വാധീനം കൊടുത്ത മനുഷ്യൻ മാത്രമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ട് വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കാതെ അങ്ങനെ നടന്നു പോകുന്ന മനുഷ്യന് വേണ്ടി മാത്രമാണ് അല്ലാഹു 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടത്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ഭൂമിയിൽ വന്നിട്ട് അവര് പ്രബോധനം ചെയ്തത് ചന്ദ്രനോടല്ല, അവര് സൂര്യനോടല്ല, അവര് പക്ഷികളോടല്ല, അവര് കരയോടല്ല, തിരയോടല്ല, കടലിനോടല്ല, ഉടലിനോടല്ല. പിന്നെ അവരെല്ലാം പറഞ്ഞു കൊടുത്തത് ആരോടെന്നറിയോ? അവര് പറഞ്ഞതൊരേ ഒരു കാര്യം മാത്രമാണ്, ഇന്നീ അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഓ മനുഷ്യരെ, മാനവരെ, നാളെ വേദനാജനകമായ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്.